military. The Director General of it was agreed between them that both sides would stop all firing and military action on land and in the air and sea with effect from 1700 hours Indian Standard Time today. Instructions have been given on both sides to give effect to this understanding. The Directors General of Military Operations will talk again on the 12th of May at 1200 hours. Thank you. ാണ് നമ്മൾ കേട്ടത്. വെടിനിർത്തൽ അംഗീകരിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. വളരെ ഹ്രസ്വമായ ഒരു വാർത്താ സമ്മേളനമായിരുന്നു. വെടിനിർത്തൽ അംഗീകരിച്ചിരിക്കുന്നു, വെടിനിർത്തൽ നിലവിൽ വന്നു എന്ന് വ്യക്തമാക്കുകയാണ്. ഔദ്യോഗികമായ സ്ഥിരീകരണം വരുന്നു. ബസന്ത്, വളരെ ഹ്രസ്വമായ വാക്കുകളിലാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. അഭിലാഷ്, ക്ഷമിക്കണം രതീഷ്, രണ്ട് കാര്യമാണ് ഇതിലുള്ളത്. വളരെ ക്രിസ്പായിട്ടുള്ള, വളരെ ഹ്രസ്വമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് വിദേശ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. വെടിനിർത്തൽ ധാരണയായിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണി മുതൽ ഈ വെടിനിർത്തൽ നിലവിൽ വരും. 12-ാം തീയതി സൈനിക നടപടികൾക്കുള്ള ഡയറക്ടർ ജനറൽമാരുടെ തലത്തിൽ ചർച്ച നടക്കും എന്നാണ് ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. രണ്ട് കാര്യമാണ്. ഒന്ന്, അമേരിക്കയുടെ മധ്യസ്ഥത ഇന്ത്യ തള്ളിക്കളയുന്നു. നേരിട്ട് ഇന്ത്യ പാകിസ്ഥാൻ്റെ DGM വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ എന്നുള്ള തരത്തിലാണ് ഇന്ത്യ ഈ വിഷയം വെക്കുന്നത്. പക്ഷേ വെടിനിർത്തൽ എന്നുള്ള വിഷയം ഇന്ത്യ സ്ഥിരീകരിക്കുന്നു. വെടിനിർത്തൽ കരാർ ഇന്ന് വൈകിട്ട് 5 മണി മുതൽ നിലവിൽ വരുന്നു. പക്ഷേ മൂന്നാമതൊരു രാജ്യത്ത് മറ്റേതെങ്കിലും വിഷയത്തിൽ ഒരു ചർച്ചയുമില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. അതിൽ അമേരിക്കയുടെ മധ്യസ്ഥതയുമില്ല. ഇന്ത്യ അത് അംഗീകരിച്ചിട്ടില്ല. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു ഇനിഷ്യേറ്റീവാണ്, അല്ലെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്തത് പാകിസ്ഥാനാണ്, അല്ലെങ്കിൽ തുടക്കം കുറിച്ചത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ചർച്ചയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ അല്ലെങ്കിൽ വിദേശ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. സംഘർഷഭരിതമായ യുദ്ധാന്തരീക്ഷത്തിന് അയവ് വരികയാണ്. സംഘർഷഭരിതമായ യുദ്ധാന്തരീക്ഷത്തിന് അയവ് വരികയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നു, ധാരണയായിരിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ആശയവിനിമയത്തിന്റെ ഭാഗമായുണ്ടായ ധാരണ എന്നതാണ് നമ്മുടെ രാജ്യം വിശദീകരിക്കുന്നത്. DGMO തലത്തിൽ 12-ാം തീയതി ചർച്ച നടക്കും. ഇപ്പോഴുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ ചർച്ച. Earlier this afternoon, it was agreed between them that both sides would stop all firing and military action on land and in the air and sea with effect from 1700 hours Indian Standard Time today. Instructions have been given on both sides to give effect to this understanding. The Directors General of Military Operations will talk again on the 12th of May at 1200 hours. Thank you.